ഇപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്? നിങ്ങൾ പിണറായി സത്തിനെതിരാണോ എന്ന് പത്രലേഖകളും ബാക്കിയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ രാത്രി നടക്കുന്ന ഡിബേറ്റുകളിൽ അത് ചർച്ച നടക്കുന്നുണ്ട്. പത്രക്കാർക്ക് കൂടിയുള്ള ഉത്തരാണ്. ഇപ്പം ഞാൻ പിന്തുണക്കുക, TMC AITC അവരെ പിന്തുണക്കുന്നു. UDF ഞങ്ങളെല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് പ്രവർത്തനം നടത്തുന്നു. ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ എന്തായി? പിണറായി ഉണ്ടോ ഈ നാട്ടിൽ? പിന്നെ PV അൻവർ കഴിഞ്ഞ 9 മാസമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബാധിപത്യവും പിണറായിസവും മരുമോനിസവും പിന്നെ കേരളത്തിൻ്റെ മണ്ണിൽ മൂടപ്പെട്ടില്ലേ? PV അൻവർ ഉയർത്തിയ മുദ്രാവാക്യത്തിന് എന്തടിസ്ഥാനം? ഈ ഗവൺമെന്റിനെതിരെ എന്ത് ജനവികാരം? തീർന്നില്ലേ രാഷ്ട്രീയം? 2026 തെരഞ്ഞെടുപ്പിൽ ഒരു മുടക്കുമില്ലാതെ ഈ ഗവൺമെന്റ് തിരിച്ചു വരൂലേ? അതിന് ഞാൻ കൂട്ടു നിൽക്കണോ? അതല്ല, ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ പിണറായി സത്തിനെതിരെ ആ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പോരാട്ടം നടത്തി ഒരു 10-25,000 വോട്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടിയാൽ ഞാൻ ജയിക്കാൻ പോവാ. ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കിടക്കുക. അപ്പം 25,000 വോട്ട് എനിക്ക് കിട്ടിയാൽ എവിടെയാ പിണറായിസം? ചങ്കൂറ്റത്തോടെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുക. 25,000 വോട്ട് ഞാൻ പറഞ്ഞ പിണറായിസത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചത് കണ്ടോ? ഈ വോട്ടും UDFന്റെ വോട്ടും കൂട്ടിയ വോട്ട്, അതാണ് പിണറായിസത്തിനെതിരെയുള്ള വോട്ട്. അവിടെ ഈ പിണറായിസത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വലിയ ഒരു ബാരിക്കേഡ് നിൽക്കുക. ആ ബാരിക്കേഡിനെ മറികടക്കാൻ കഴിയില്ല. അപ്പം ഞാൻ അതിന് നിൽക്കണം. അതല്ല, എൻ്റെ വാതിൽ കൂടി അടച്ചു എന്ന് പറഞ്ഞപ്പോൾ നീ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരാ ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു. ഇനി അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ ഇടയിലെ അഭിപ്രായം? എന്താ ചർച്ച ഒന്നേ ഉള്ളൂ. മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്താൽ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും കോൺഗ്രസിന് എന്ന് പറഞ്ഞ VD സതീശനായി UDFനെ നയിക്കുന്നത് അല്ലേ? എപ്പോഴാ പറഞ്ഞത്? അൻവർ വഴിയരി കൂടെ നടന്നു പോകുന്ന UDFന്റെ ഭാഗമല്ലാത്തൊരു മനുഷ്യർക്ക് വേണ്ടാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അപകടം പറ്റുന്നേ പറഞ്ഞിട്ടുള്ളൂ. UDFന്റെ അകത്ത് MLA ആയി നിന്ന് UDFന്റെ ഭാഗമായി നിൽക്കുന്ന VD സതീശൻ പറഞ്ഞതിൻ്റെ വീഡിയോ നിങ്ങളെടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ട്. ആ ലീഗുകാർ ഈ നേതൃത്വം അംഗീകരിക്കുമോ? ചർച്ചയല്ലേ അവിടെ? 3ാമത്തെ കേസ്, ഇവിടെ ഏറ്റവും പ്രമാദമായ സരിത കേസ്. ആ സരിത കേസ് ഉണ്ടാകുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? അദ്ദേഹം നേരിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് വിശ്വസിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ആരാ പറഞ്ഞത്? ഈ VD സതീശനല്ലേ? ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ആര്യാടനും ഉമ്മൻചാണ്ടിയും ജ്യേഷ്ഠാനിയന്മാരെ പോലെ ജീവിച്ചവരാ. ആ ഉമ്മൻചാണ്ടി സാറിനെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ UDFന്റെ ഭാഗമായി ആ ഗവൺമെൻറ്റിൽ നിൽക്കുന്ന VD സതീശൻ അന്ന് പറഞ്ഞ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ സംരക്ഷകനുമായി നിൽക്കുന്നവൻ രണ്ടും ഒന്നാണ്. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പിലേക്ക് ഈ പറയപ്പെടുന്ന UDF നേതൃത്വം ഇവരെ കൊണ്ടുപോകുന്നത്.